UAE താമസിക്കാനുള്ള ലിവിംഗ് കോസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ മുമ്പിട്ട വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഉണ്ട് നിങ്ങൾ. പിന്നെ എന്തിനാ ദുബായിക്ക് പോയത്, നാട്ടിൽ നിന്നാ പോരേന്ന്. ഫാമിലി വാല്യൂസ് അറിയണ ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടും ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടും ബുദ്ധിമുട്ടിയും ചിലവൊക്കെ കൺട്രോൾ ചെയ്തിട്ടും നിൽക്കുന്നത് ഫാമിലിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ഇല്ലാതെ തന്നെയാണ് ഞാൻ നാട്ടിൽ നിന്നിരുന്നത്. വർഷത്തിൽ ഒരു മാസം മാത്രം ലീവുള്ള എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ വിരുന്നും സൽക്കാരവും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നമുക്ക് അവരെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ്. വർഷത്തിലൊരിക്കലേ ചോക്ലേറ്റ്സും ടോയ്സും കൊണ്ടുവരുന്ന വിരുന്നുകാരനായിട്ട് സ്വന്തം ഉപ്പാനെ കാണേണ്ടി വരുന്ന മക്കളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഈ പ്രായത്തിലൊപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നിൽക്കുക? പ്രവാസിയായ എൻ്റെ ഉപ്പ പറഞ്ഞ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ എത്തിയ വിവരം അറിയിക്കണമെങ്കിൽ തന്നെ ഒരാഴ്ച എന്തായാലും കഴിയത്ര. പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മക്കളൊക്കെ ചിലപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എന്നാ പറയണത്. പൈസ ഉണ്ടാക്കാനാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ജീവിതത്തിന്റെ നല്ല കാലം അത്രയും ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് എല്ലാം മതിയാക്കി നാട്ടിൽ സെറ്റിൽ ആകുമ്പോഴേക്കും ആരോഗ്യം അതിന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ഈ ചെറുക്കുള്ള പ്രായത്തില് ഭാര്യയെയും മക്കളെയും ഒക്കെ കാണാതെ നിൽക്കുമ്പോൾ എത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ചിലപ്പോൾ ഫാമിലിയെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റിക്കോളണം എന്നില്ല. പക്ഷെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് എടുത്തിട്ട് അവരെ കുറച്ചു കാലെങ്കിലും ഇവിടെ കൂടെ കൊണ്ടുവന്ന് നിർത്താൻ ഒന്ന് പരിശ്രമിക്കുക. തീരെ പറ്റാത്തവരാണെങ്കിൽ അവരെ വിസിറ്റ് വിസയിലെങ്കിലും കൊണ്ടുവന്നിട്ട് കുറച്ചു കാലം ഇവിടെ ആരുടെ ശല്യം ഇല്ലാതെ ആരുടെ ഇടപെടലുകൾ ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കുക. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത് ജീവിച്ച ടൈം പീരീഡ്.